ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ഭാഗ്യം എഴുതുന്നതിനുള്ള ശക്തി നിങ്ങൾക്ക് തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു ശക്തി എന്താണെന്ന് ഈ ഒരു ലോകവും നിങ്ങളും കാണാൻ പോവുകയാണ്. അത്രമാത്രം നിങ്ങളുടെ ഭാഗ്യം തന്നെ നിങ്ങൾക്ക് എഴുതാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതെന്താണെന്നാണ് ഈ റീഡിങ്ങിൽ നോക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്ഥിതി എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള സ്ഥിതിയാണ് ഇപ്പോഴത്. ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഭയങ്കരമായിട്ട് കരയുകയാണ്. അതായത് ദൈവമേ, എങ്ങനെയെങ്കിലും എന്നെ ഈ ഒരു സിറ്റുവേഷന് പുറത്ത് കൊണ്ടുപോയി, എനിക്ക് പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവത്തിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ വിജയം ലഭിക്കുന്നില്ല, കരിയറിലായാലും എന്തിലും വിജയം ലഭിക്കുന്നില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ നിർദോഷ ആയിട്ടുള്ള വ്യക്തിയാണ്, പക്ഷേ നിങ്ങൾ ദോഷം ചെയ്തു എന്ന് മറ്റുള്ളവർ പറയുന്നു, നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് അവർ പറയുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമമാകുന്നു. അതായത് 10 രീതിയിലുള്ള ചിന്തകളാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളത്. ആ ചിന്തകൾ കൊണ്ട് നിങ്ങൾ നടക്കുകയാണ്. എന്ത് ചെയ്യും ഞാൻ, എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരുമെന്ന് ആലോചിച്ച്. അതായത് ഒരെണ്ണം എങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ വേറൊരെണ്ണം പുതിയതായിട്ട് വരുന്നു. അങ്ങനെ ഓരോ സമയവും ഓരോ പ്രശ്നങ്ങളുടെ ആ ഒരു ഭാരം നിങ്ങളുടെ ചുമലിലുണ്ട്. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് നിങ്ങൾ കരയുകയാണ് ഭയങ്കരമായിട്ട്. അപ്പോൾ നിങ്ങൾ തളർന്നിരിക്കുകയാണ്, കാരണം വയ്യ നിങ്ങളെ കൊണ്ട്. ഒരെണ്ണം അനുഭവിച്ച് കഴിയുമ്പോൾ അടുത്ത് വരുന്നു, അത് അനുഭവിച്ച് കഴിയുമ്പോൾ വീണ്ടും അടുത്തത് വരുന്നു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത്, എൻ്റെ ലൈഫ് ഇതിൽ നിന്നൊരു കയറ്റം ഉണ്ടാവത്തില്ലേ, ഇതിൽ തന്നെ ഇങ്ങനെ ഞാൻ നീറി നീറി ജീവിക്കണോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇനി വരാൻ പോകുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ചിന്തയെല്ലാം മാറ്റുന്ന രീതിയിലുള്ള ഒരു എനർജിയാണ്. ആ ഒരു എനർജി വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനെ എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ദൂരെ മാറ്റും. ഇവിടെ ഒരു സൈഡ് നിങ്ങൾ ഭയങ്കരമായിട്ട് ദുഃഖം അനുഭവിച്ച് കരയുന്നു, പക്ഷേ മറു സൈഡ് നിങ്ങൾക്ക് ഹാപ്പിനെസ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും പോസിബിൾ ആകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇനി നിങ്ങൾക്ക് ഹാപ്പിനെസ് ആണ് വരാൻ പോകുന്നത്. അത് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റുന്ന ഏഞ്ചൽ നമ്പർ ഒന്നുകിൽ 55 അല്ലെങ്കിൽ 77 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, കുറേ നാളായിട്ട് ഈ ഒരു നമ്പർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസപൂർവ്വം മുന്നോട്ട് പോവുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവാൻ പോവുകയാണ് എന്ന്. ഇവിടെ ഭാഗ്യത്തിൻ്റെ ആ ഒരു പ്രകാശം നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വരുന്നതാണ്. ഒരു ഡൗട്ടും കൂടാതെ നിങ്ങൾക്ക് ആ ഒരു ജീവിതം ജീവിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പറയും നിങ്ങളുടെ ശബ്ദം കൊണ്ട്, എൻ്റെ ഭാഗ്യത്തിൽ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നോ എന്ന്. ഇവിടെ ക്രൗണിൻ്റെ ആ ഒരു എനർജി പറയുന്നത് നിങ്ങളുടെ ആ ഒരു റെസ്പെക്റ്റ് ഇനി അങ്ങോട്ട് കൂടാൻ പോവുകയാണ്. ആൾക്കാർ നിങ്ങളെ കാണുമ്പോൾ റെസ്പെക്റ്റോടെ സംസാരിക്കും ഇനി തൊട്ട്. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രോബ്ലം ആയാലും അത് സോൾവ് ആകണം. കൂടാതെ നിങ്ങളുടെ ആ ഒരു പേര് വച്ച ആൾക്കാർ ദുഷിച്ച് പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്തു, നിങ്ങൾ പേജിൽ അത് കംപ്ലൈൻറ്റ് പറയണം, പക്ഷെ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ തെറ്റ് ചെയ്യാത്തവരാണ്, പക്ഷേ ആരോപണങ്ങൾ കേൾക്കേണ്ട അവസ്ഥ വരുന്നു. അതിലെല്ലാം ഒരു മാറ്റം ഉണ്ടാവണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിങ്ങൾ ഏത് രീതിയിലാണോ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നല്ലതായിട്ട് മാറും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ്സിൻ്റെ ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും വരാൻ പോകുന്നത്. നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ എൻഡായി പോകുമെന്ന്, പക്ഷെ അങ്ങനെ ഒന്നും തന്നെ എൻഡായി പോകത്തില്ല. അങ്ങനെ എൻഡായി പോകുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. നിങ്ങളുടെ സത്യം എന്താണോ അത് ആൾക്കാർ മനസ്സിലാക്കും. ആരൊക്കെ നിങ്ങളെ മോശം പറഞ്ഞാലും നിങ്ങളുടെ സത്യം എന്താണെന്ന് ആൾക്കാർ മനസ്സിലാക്കും. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ വിജയം ഉറപ്പാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും സിറ്റുവേഷൻസ് ഒന്നും നിങ്ങളുടെ ഫേവറിലല്ല എന്ന്, പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫേവർ ആകുന്നതാണ്. ഇവിടെ നെഗറ്റീവ് എനർജിയുടെ മേൽ പോസിറ്റീവ് എനർജിയുടെ വിജയം ഉണ്ടാവുന്നതാണ്. ചില സമയം നമ്മൾ ദുഃഖം അനുഭവിക്കുന്നത് നമുക്ക് സന്തോഷിക്കാൻ വേണ്ടിയാണ്. എപ്പോഴും നമുക്ക് ഒരിക്കലും ദുഃഖം ഉണ്ടാവത്തില്ല. ദുഃഖം കഴിഞ്ഞ് ഉറപ്പായിട്ടും സന്തോഷം വരുന്നതാണ്. ഉറപ്പായിട്ടും നിങ്ങളുടെ മേൽ ന്യായം ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിനിയിൽ എഴുതിയിരിക്കുന്ന നിങ്ങളുടെ മേൽ ന്യായം ഉണ്ടാകുമെന്ന് തന്നെയാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രശ്നം ഉണ്ടായിക്കൊള്ളട്ടെ അതിനെല്ലാം ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തോ ഒരു ശക്തി എന്നെ നിയന്ത്രിക്കുന്നുണ്ട്, എൻ്റെ കൂടെ എന്നെ രക്ഷയായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നും.
ഇവിടെ ദൈവം നിങ്ങളുടെ സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പ്രാർത്ഥനകൾ ചെയ്യുക, കൂടുതൽ നല്ല രീതിയിൽ ചിന്തിക്കാൻ ശ്രമിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ദൈവത്തിന് നിങ്ങളോട് കൂടുതൽ ഇഷ്ടം തോന്നി നിങ്ങൾക്ക് നല്ലത് മാത്രമേ തരികയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു സമയം ദൈവം സപ്പോർട്ടായിട്ടിരിക്കുന്ന സമയം നമ്മൾ എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. പിന്നെ ഒരിക്കലും നിങ്ങളുടെ കൂടെ ആരെങ്കിലും മോശം ചെയ്യുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും അവരോട് മോശം ചെയ്യാൻ പോകരുത്. ഇവിടെ നിങ്ങൾ എത്രത്തോളം നല്ലത് മാത്രം ചിന്തിക്കുമോ അത്രത്തോളം പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ ന്യായം ഉണ്ടാകും. ഇവിടെ ഒന്നല്ല രണ്ട് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു പുതിയ തുടക്കം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത്രത്തോളം സന്തോഷിച്ച് കാണത്തില്ല, ഒരിക്കലും. അതായത് ലൈഫ് ടൈമിലേക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തോ ഒരു സന്തോഷം ദൈവം തരുന്നത് പോലെ, അത് കാരണം നിങ്ങൾ അത്രമാത്രം സന്തോഷിക്കുന്ന പോലെയാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ കുറച്ചൊന്ന് സന്തോഷമായിട്ട് ഇരിക്കുക, വിശ്വാസം വയ്ക്കുക ദൈവത്തിൽ, ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആഗ്രഹം പൂർണ്ണമാവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ആഗ്രഹത്തിന് നിങ്ങൾ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് കൊടുത്തത്. ഇതിനു വേണ്ടി നിങ്ങൾ ഒത്തിരി കാത്തിരുന്നു. ഇങ്ങനെ കാത്തിരുന്നിട്ട് ഇപ്പോഴാണ് ആ ഒരു ആഗ്രഹം നടക്കാൻ പോകുന്നത്. ഇവിടെ ഒത്തിരി നെയിം ഫെയിം നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ നിങ്ങളുടെ പേജിൽ എപ്പോഴും മോശമായിട്ടുള്ള ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. ഇനി നിങ്ങളുടെ ആ ഒരു പേജിൽ നല്ല ഒരു കാര്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അതായത് നല്ല ഒരു കാര്യത്തിന് നിങ്ങളുടെ ആ ഒരു പേരും പ്രശസ്തിയും ഉണ്ടാകുന്നതായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. കാരണം ദൈവമേ, ഇതിനു മുമ്പേ എന്നെ എല്ലാവരും ആരോപണങ്ങൾ കൊണ്ട് നിറച്ചു, ഞാൻ ഇങ്ങനെ ഉള്ള ആളാണ്, അങ്ങനെയുള്ള ആളാണെന്ന്. പക്ഷേ ഇന്ന് എൻ്റെ ആ ഒരു പേജിൽ എനിക്ക് അഭിമാനിക്കാൻ സാധിക്കുന്നു എന്ന് നിങ്ങൾ പറയും. നിങ്ങളുടെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ആഴത്തിലുള്ളൊരു കാര്യമുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഡീപ്പായിട്ടുള്ള ഇമോഷൻ കൊണ്ട് നിറഞ്ഞതാണ് ഈ ഒരു കാര്യം. ഈ ഒരു ഇമോഷൻസിനെ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല, നിങ്ങൾക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കൂ. അത്രത്തോളം ആഴത്തിലൊരു കാര്യം നിങ്ങൾക്ക് ഉണ്ട്, ഒരു മുറിവുണ്ട് നിങ്ങൾക്ക്. ഇവിടെ നിങ്ങൾ ഒരു പുസ്തകമാണെന്ന് വിചാരിച്ചോളൂ. നിങ്ങളെ വായിക്കാൻ എല്ലാവർക്കും പറ്റുമോ? ഇല്ല. പക്ഷേ ഈശ്വരന് നിങ്ങൾ എന്ന പുസ്തകത്തിനെ വായിക്കാൻ സാധിക്കും. അപ്പോൾ ഈശ്വരന് നിങ്ങളുടെ എല്ലാ ദുഃഖവും അറിയാം. അദ്ദേഹം എല്ലാം അറിയുന്നുമുണ്ട്, കാണുന്നുമുണ്ട്. ഇവിടെ എത്രത്തോളം നിന്ദകൾ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ, ഇനി നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളുടെ ഫേവറിൽ സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അവർ നിങ്ങളെ പ്രശംസിക്കുന്നത് കാണാൻ സാധിക്കും. അത് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആരുമായിട്ടും ഒരു പരിചയം ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ളവരായിരിക്കും നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്. ഇത് ഉറപ്പായിട്ടും ആൾക്കാർ നിങ്ങളെ പ്രശംസിക്കുന്നതാണ്, ആൾക്കാർ നിങ്ങളെ പുകഴ്ത്തി പറയുന്നതാണ്. ഇവിടെ നിങ്ങൾ ന്യൂട്രലായിട്ടാണ് ഇരിക്കുന്നത്. ആരും നിങ്ങളെ പ്രശംസിച്ചാലും പ്രശംസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങളിപ്പോൾ പോകുന്നത്. കാരണം നിങ്ങൾ അത്രമാത്രം നിന്ദ കണ്ട ആൾക്കാരാണ്. ഒത്തിരി ആൾക്കാർ നിങ്ങളെ നിന്ദിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്ര പ്രശംസ കേട്ടിട്ടും ഒരു സന്തോഷമോ ഒരിതോ വരാത്ത. കാരണം അത്രമാത്രം നിന്ദ കേട്ട ഒരാൾക്ക് പെട്ടെന്ന് ഒരാൾ പ്രശംസിച്ച് പറഞ്ഞാലും വലിയ ഒരിത് തോന്നത്തില്ല. ഇവിടെ ആൾക്കാർ നിങ്ങളുടെ ആ ഒരു സാഹസികതയാണ് കൂടുതലായിട്ട് പ്രശംസിക്കുന്നത്, നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്തിനെ. ഇവിടെ നിങ്ങളുടെ തലയിൽ 10 രീതിയിലുള്ള 10 ചിന്തകളാണ്. അപ്പോൾ ആ ഒരു സമയം നിങ്ങളുടെ ആ ഒരു ചിന്തയിൽ നിന്ന് നിങ്ങളെ വിമുക്തരാക്കണമെങ്കിൽ നിങ്ങളെ കൂടുതലായിട്ടും സാഹസികരാക്കിയേ പറ്റത്തുള്ളൂ, നിങ്ങളെ സ്ട്രെങ്ത് ഉള്ളവരാക്കി മാറ്റിയാലേ പറ്റത്തുള്ളൂ. അതിനു വേണ്ടിയാണ് ദൈവം ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ മുന്നത്തെ അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം പോലും ഇല്ലായിരുന്നു. എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഉറക്കത്തിലാണെങ്കിൽ പോലും ചിന്തകൾ, അങ്ങനെ നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കാത്ത അവസ്ഥ വരുന്നു. പിന്നെ എവിടെയെങ്കിലും പോയിരുന്നാലും അവിടെ ഇരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഇപ്പോഴുള്ള ആ ഒരു അവസ്ഥയാണെങ്കിൽ ചിന്തകൾ കുറവായി തുടങ്ങി. നിങ്ങളുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന ആ ഒരു ചിന്ത അത് മാറി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഉറക്കമില്ലായ്മ, ബാക്ക് പെയിന്, പിന്നെ ആവശ്യമില്ലാതെ ഇങ്ങനെ ചിന്തിക്കുന്ന ആ ഒരു അസുഖം, തലയിലൊരു ഭാരമുള്ളത് പോലത്തെ അസുഖങ്ങൾ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇത്
അതല്ലാതെ നമ്മുടെ ആ ഒരു കാലാവസ്ഥ മാറുന്നതനുസരിച്ച് അങ്ങനെയുള്ള രോഗങ്ങൾ, പനി, ജലദോഷം, ചുമ, അങ്ങനെയുള്ള അസുഖങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് വരുന്നു. അപ്പോൾ ഇനി നിങ്ങളുടെ ആ ഒരു എനർജിയിൽ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത അസുഖങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ശരീരത്തിൽ പിടിക്കുന്നത് അത് മാറുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ അസുഖമൊന്നുമില്ലാതെ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി ഇനി വരുന്ന എനർജി നിങ്ങളെ സഹായിക്കും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും വളരെ മോശമായ അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി വരുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു നഷ്ടപ്പെട്ടതിനെ എല്ലാം കുറവുകൾ നികത്തുവാൻ വേണ്ടിയുള്ള സമയമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പാവയെ ഇഷ്ടമായിരുന്നു. ആ ഒരു പാവയെ നിങ്ങൾക്ക് അത്രമാത്രം ജീവനായിരുന്നു. പക്ഷേ ദൈവം ആ ഒരു പാവയെ നിങ്ങളിൽ നിന്ന് മാറ്റി. കാരണം ദൈവത്തിനറിയാം മുന്നോട്ട് പോകുമ്പോൾ ഈ പാവ കൊണ്ട് നിങ്ങൾക്ക് ദോഷമായിരിക്കും ഉണ്ടാവുക എന്ന്. അതുകൊണ്ട് ദൈവം അതിനെ മാറ്റി. ഇതിനേക്കാട്ടി നല്ല ഒരു പാവ ദൈവം നിങ്ങൾക്ക് കരുതി വച്ചിട്ടുണ്ട്. അത് പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് ലഭിക്കും. പക്ഷെ അതിന് വേണ്ടിയാണ് ഈ ഒരു അഴുക്ക പാവയെ ദൈവം മാറ്റിയത്. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലായില്ല. നിങ്ങളുടെ ആ ഒരു കുറവ്, ആ പാവ പോയതിൻ്റെ കുറവ് കാരണം നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. പക്ഷേ ഇനി വരുന്ന സമയം ആ കുറവ് നികത്തുമെന്നാണ് ദൈവം പറയുന്നത്. ഇവിടെ സമയം നിങ്ങളുടെ ഫേവറിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭാഗ്യത്തിൻ്റെ നല്ലൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകും. നിങ്ങളുടെ ആ ഒരു വിഷമങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറ്റി ഒരു ട്രാൻസ്ഫർമേഷൻ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ 2 ത്രാസ് ഉണ്ട്. അതിൽ ഒരു ത്രാസിൽ ദുഃഖവും ഒരു ത്രാസിൽ സുഖമാണെന്ന് വെച്ചോ. പക്ഷേ ഏറ്റവും കൂടുതലും പൊങ്ങിയിരിക്കുന്നത് ദുഃഖത്തിൻ്റെ ആ ഒരു ത്രാസായിരിക്കും, താഴ്ന്നിരിക്കുന്നത് സുഖത്തിൻ്റെ ത്രാസുമായിരിക്കും. അത്രമാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ ദുഃഖമുള്ളത്. പക്ഷേ ഇനി സമയം നിങ്ങളുടെ ഫേവറായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ദുഃഖം ഇനി കുറവും സുഖം കൂടുതലുമായിരിക്കും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും ബാലൻസിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് അത് സാധിക്കും. നിങ്ങൾക്ക് ഫീലാകും, ഇപ്പോൾ എൻ്റെ ലൈഫിൽ സംഘർഷങ്ങൾ കുറവായിട്ട് സന്തോഷങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത്. എനിക്കിപ്പോൾ 2 ലൈഫും, അതായത് പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ബാലൻസിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഫീലാകും. പഴയ ആ ഒരു കാര്യങ്ങളിൽ ഒരു പുതുമ ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല. ചില പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പുതിയ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ഈ വരാൻ പോകുന്ന സമയത്ത്. അതായത് നിങ്ങളുടെ ആ ഒരു റെസ്പെക്റ്റും നിങ്ങളുടെ ആ ഒരു പേരും പ്രശസ്തിയും അത് റിലേറ്റഡ് ആയിട്ട് ചില പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് വരികയുള്ളൂ. ഗ്രോത്തിൻ്റെ ആ ഒരു കുറവ് അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് നികത്താൻ സാധിക്കുകയുള്ളൂ. ഇത് നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു കാര്യത്തിൽ വിജയം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ്. അതായത് നിങ്ങൾ മറ്റുള്ളവരിൽ പ്രഭാവിതരാവത്തില്ല. അതായത് മറ്റുള്ളവർ നിങ്ങളെ പുകഴ്ത്തി പറഞ്ഞാലും നിങ്ങളെ പ്രശംസിച്ചാലും അതിൽ നിങ്ങൾ പ്രഭാവം ചെലുത്തത്തില്ല. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ലൈഫ് വളരെ ന്യൂട്രലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങളുടെ എനർജിയിൽ മറ്റുള്ളവരാണ് പ്രഭാവിതരാകുന്നത്. നിങ്ങൾ മറ്റുള്ളവരുടെ ആ ഒരു എനർജിയിൽ ഒരിക്കലും പ്രഭാവിതരാവത്തില്ല. ഇവിടെ നിങ്ങൾ ആരെയും കൺട്രോൾ ചെയ്യാനോ മാനിപ്പുലേറ്റിംഗ് ചെയ്യാനോ പോകുന്നില്ല. പക്ഷെ നിങ്ങളുടെ ആ ഒരു എനർജിയിൽ ആൾക്കാർ ഭയങ്കരമായിട്ട് പ്രഭാവിതരാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു വാക്കുകളെ മറ്റുള്ളവർ നല്ല രീതിയിൽ എടുക്കും. അതായത് മറ്റുള്ളവർ സ്വയം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കും, നിങ്ങളുടെ ആ ഒരു ചിന്തയ്ക്ക് എന്തോ ഒരു ശക്തിയുണ്ട്. നിങ്ങളുടെ ആ ഒരു ചിന്ത കൊണ്ട് നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് എന്തോ ഒരു ശക്തിയുണ്ട് എന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കും. അതാണ് മജീഷ്യൻ്റെ ആ ഒരു പവർ എന്ന് പറയുന്നത്. മറ്റുള്ളവർ നിങ്ങളിൽ പ്രഭാവം ചെലുത്തുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു പവർ ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കൂ. ഒരു വ്യക്തിക്ക് പേരും പ്രശസ്തി എപ്പോഴാണ് ലഭിക്കുന്നത്? അവരുടെ ആ ഒരു ഗുണം ലോകം അറിയുമ്പോഴാണ്. അവരുടെ ആ ഒരു ചെയ്ത ആ ഒരു കർമ്മം എന്താണോ ആ കർമ്മത്തിൽ മറ്റുള്ളവർ പ്രഭാവിതരാകുന്നു. അങ്ങനെ അവർക്ക് പേരും പ്രശസ്തിയും ലഭിക്കുന്നു. അതേപോലെ നിങ്ങൾ ചെയ്ത ആ ഒരു കർമ്മം എന്താണോ അതിൽ മറ്റുള്ളവർ പ്രഭാവിതരാകുന്നു. നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഗുണങ്ങളുണ്ട്. ആ ഒരു ഗുണം ഉണ്ടായിട്ടും നിങ്ങൾ അവിടെ ഒരു കർട്ടൻ ഇട്ട് മറച്ചു വച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു കർട്ടൻ മാറി ആ ഒരു ഗുണം മറ്റുള്ളവർ അറിയാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ ലോകം അറിയാൻ തുടങ്ങിയിരിക്കണം നിങ്ങളുടെ ഗുണം എന്താണോ അത്. അതായത് നിങ്ങൾക്ക് എന്തോ ഒരു സ്കില്ലുണ്ട്. ആ ഒരു സ്കില്ലിന് ഒരു പ്ലാറ്റ്ഫോം ലഭിച്ചു. ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്കില്ലിനെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അതിൽ ഇഷ്ടപ്പെടുന്നു.
ഇവിടെ താമസിച്ച് എന്ത് കിട്ടിയാലും അത് വളരെ നല്ലതായിരിക്കുമെന്നാണ് ദൈവം പറയുന്നത്. നിങ്ങളിപ്പോൾ എന്താണോ ലൈഫിൽ ആഗ്രഹിക്കുന്നത് അത് താമസിച്ചായാലും അത് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അത് വളരെ ബെസ്റ്റായിരിക്കും. ഇവിടെ ഈ ഭാഗ്യത്തിൻ്റെ ആ ഒരു ചക്രം നിങ്ങൾക്ക് നേരെ കറങ്ങുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പല ക്വസ്റ്റ്യനിനുമുള്ള ആൻസർ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. ഇവിടെ സ്വയം നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ ഇനി നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ എന്താണോ ഉള്ളത് അതിലേക്ക് കൊണ്ടുപോകുന്നതാണ് ദൈവം. സ്വയം നിങ്ങളുടെ കാലുകൾ ഇനി അങ്ങോട്ട് പോകും. നിങ്ങളുടെ ഡെസ്റ്റിനി എങ്ങോട്ടാണോ നിങ്ങളെ കൊണ്ടുപോകുന്നത് അങ്ങോട്ട് നിങ്ങൾ പോകും. ഇവിടെ ചില ആൾക്കാർ അവരുടെ ആ ഒരു ഡെസ്റ്റിനിയുടെ ആ ഒരു തുടക്കം കുറിച്ച് കഴിഞ്ഞു. കാരണം ഇവിടെ ഒരു പുതിയ തുടക്കം കുറിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്ന പല ആൾക്കാരും. ഇവിടെ കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും ഒരു കർമ്മ റിലേറ്റഡ് ആയിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചായിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് നിങ്ങൾ വിഷമിക്കുന്നവരായിരിക്കാം. എന്തായാലും ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ഒക്കെ ഉണ്ടാകും. ചില ആൾക്കാർക്ക് എന്തെങ്കിലും സ്കില്ലുണ്ടായിരിക്കും. ആ സ്കില്ല് ഷോ ചെയ്യാൻ നല്ലൊരു പ്ലാറ്റ്ഫോം അവർക്ക് ലഭിക്കും. ഇവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്തുമാകട്ടെ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കും. ഇനി 10 ചോദ്യമാകട്ടെ അതിൽ കൂടുതൽ ചോദ്യമാകട്ടെ നിങ്ങളുടെ ഉള്ളിലുള്ളത്, അതിനെല്ലാം ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ ആ ഒരു തലയിൽ നിന്ന് ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ചിന്ത എടുത്ത് കളയുക. ഈ ഒരു റീഡിങ് കണ്ടതിന് ശേഷം ഇനി നിങ്ങൾക്ക് പൈസ റിലേറ്റഡ് ആയിട്ട് ഒരു കുറവ് ഒരു പ്രാവശ്യം പോലും കാണേണ്ടി വരത്തില്ല. പൈസ ഇല്ലാത്തത് കാരണം ബുദ്ധിമുട്ടുന്ന ആ ഒരു കുറവ് കാണേണ്ടി വരത്തില്ല. പൈസ ഇല്ലാത്തത് കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന, ടെൻഷൻ അടിക്കുന്ന അതും ഉണ്ടാവത്തില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പൈസയുടെ ആ ഒരു വ്യവസ്ഥ എപ്പോഴും ഉണ്ടാകണമെന്നാണ്. അതേപോലെ വ്യവസ്ഥ ഉണ്ടാക്കി തരുന്നതാണ് ദൈവം നിങ്ങൾക്ക്. നിങ്ങൾ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാനായിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാതെ നമുക്ക് ആ പൈസ ചിലവാക്കാൻ സാധിക്കൂ. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവണമെന്നാണ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരിക്കലും ഉണ്ടാവത്തില്ല. നിങ്ങളായിട്ട് തെറ്റായിട്ട് ചിന്തിക്കാതിരുന്നാൽ മാത്രം മതി. നിങ്ങളുടെ കർമ്മം എന്താണോ അതിൽ ദൈവം വളരെയധികം പ്രഭാവിതരായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഒരു സപ്പോർട്ടാണ് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ കൂടെ ഒന്നും തെറ്റായിട്ട് സംഭവിക്കത്തില്ല. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ നല്ല ഒരു കർമ്മം ചെയ്തു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൈസയുടെ വ്യവസ്ഥ ഉറപ്പായിട്ടും ഉണ്ടാകും. ഇവിടെ സഡൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകും. നിങ്ങൾ ഒട്ടും ചിന്തിക്കാത്ത രീതിയിൽ ഒരു ന്യൂ ബിഗിനിങ് ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. സഡൻ ആയിട്ട് ലൈഫിൽ എന്ത് മോശം സാഹചര്യമായാലും ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യാൻ പോകരുത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ഇനി നിങ്ങളുടെ കൂടെയുള്ള എന്താണോ അതിനെ ആരും ഒരിക്കലും നിങ്ങളിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകത്തില്ല. നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടുക തന്നെ ചെയ്യും. ഇവിടെ വാട്ടറിൻ്റെ എനർജി നിങ്ങൾക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് കൂടുതലും ജലം കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നു. അത് മെയിനായിട്ട് പറയുന്നത് ഗോ വിത്ത് ഫ്ലോയിൽ പോവാനാണ് നിങ്ങളോട്. ഇവിടെ ആർക്കേഞ്ചൽ മൈക്കിൾ നിങ്ങളുടെ ലൈഫിലെ ഓരോ നെഗറ്റിവിറ്റിയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണോ നിങ്ങൾക്ക് ഡിലേയിൽ നിന്ന് മുക്തി കിട്ടുന്നത്, അതായത് എന്ത് കാര്യം നേടിയെടുക്കാനും കുറേ സമയമെടുക്കുന്നു, പക്ഷേ ഇനി നല്ല സമയം വരുമ്പോൾ നിങ്ങൾക്ക് ഡിലേ അനുഭവിക്കേണ്ടി വരില്ല. പെട്ടെന്ന് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും. ഇവിടെ ഡിവൈൻ നിങ്ങളുടെ ലൈഫിലെ ഓരോ സന്തോഷത്തെയും സുരക്ഷിതമാക്കി വച്ചിട്ടുണ്ട്. അതായത് മറ്റുള്ളവർ കണ്ണുവിട്ട് ആ ഒരു സന്തോഷം തകർന്നു പോവാതെ ഡിവൈൻ ആ ഒരു സന്തോഷത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടാനുള്ള സന്തോഷം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഡിവൈൻ്റെ യൂണിവേഴ്സിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേലുണ്ട്. ഇവിടെ നിങ്ങൾ തന്നെ സ്വയം ഒരു ചിന്ത ഇങ്ങനെ ഉണ്ടാക്കുക, എനിക്ക് ആരിൽ നിന്നും ഒരു നഷ്ടവും ഉണ്ടാവുകയില്ല, ഞാൻ സുരക്ഷിതനാണ്, എനിക്ക് ദൈവത്തിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് നിങ്ങളുടെ പാർട്ട്ണറിനെ കുറിച്ചായാലും നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചായാലും കരിയറിനായാലും ഫ്രണ്ട്സായാലും എന്തായിക്കൊള്ളട്ടെ, അതിൽ ഒരു രീതിയിലുള്ള ഒരു നഷ്ടവും നിങ്ങൾക്കുണ്ടാവത്തില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുക നിങ്ങൾ. ഇപ്പോൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫേവറായിട്ടാണ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാവുകയില്ല അങ്ങോട്ടുള്ള ജീവിതത്തിൽ. ഇവിടെ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾ ആരെങ്കിലും ചതിക്കുമോ, ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ചതിക്കുമോ എന്നുള്ള പേടിയുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേൽ ഉള്ളത് കൊണ്ട് തന്നെ ആർക്കും നിങ്ങളെ ചതിക്കാൻ സാധിക്കുകയില്ല. ഇനി ആരുടെയും മോശം ദൃഷ്ടിയും ഓരോ ആൾക്കാരുടെ ആ ഒരു ബ്ലാക്ക് മാജിക് അതൊന്നും ഇനി നിങ്ങളുടെ മേൽ വരത്തില്ല. നിങ്ങൾക്കിപ്പോഴും പേടി നിങ്ങളുടെ അധികാരം ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുമോ എന്നാണ്. അതിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട, അങ്ങനെ ഒരു നഷ്ടവും നിങ്ങൾക്ക് വരത്തില്ല. ഇനി ഭാഗ്യം നിങ്ങളെ ഒരു രീതിയിലായാലും നിങ്ങൾക്ക് നഷ്ടം വരുത്തുന്ന ഒരു കാര്യവും നിങ്ങളുടെ ഭാഗ്യം നിങ്ങളോട് ചെയ്യത്തില്ല. അതെന്ത് പ്ലാൻ ചെയ്താലും അവർക്ക് നഷ്ടം മാത്രമായിരിക്കും നേരിടേണ്ടി വരിക, നിങ്ങൾക്കെതിരെ ആര് പ്ലാൻ ചെയ്താലും.
അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.